സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു അടിപൊളി സീനറി കാണിച്ചു തരട്ടെ. നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ആളുകൾക്കുള്ള നല്ല അടിപൊളി സീനറി. നമ്മൾ നിൽക്കുന്ന പാലക്കാട് ടൗണിൽ തന്നെയാണ്. പാലക്കാട് ടൗണിൻ്റെ തൊട്ടടുത്തുള്ള തിരുനെല്ലായി പാലത്തിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ടോ. നമ്മുടെ സുഹൃത്തിൻ്റെ കൂടെ ഒരു പരിപാടിക്ക് വന്നാണ് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ ഭംഗി കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണ് വീഡിയോസ്. അപ്പോൾ ഇതിപ്പോൾ കണ്ടേ പുറകോട്ട് കാണുന്ന ഈ റോഡുണ്ട്. ഈ റോഡ് നേരെ ചെന്നത് നമ്മുടെ NH 546 കണ്ണാടി ഭാഗത്ത് ചെന്ന് ചെയ്യും. ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ടൗണ്, പാലക്കാട് ടൗണൊക്കെ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഈ ക്യാമറ ഒന്ന് കറക്കിയിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഈ പച്ചയായിട്ട് കിടക്കുന്നത് ഇവിടെ വെള്ളം തന്നെയാണ് കേട്ടോ. ഇത് കുളവായാണ് കേട്ടോ, പായലല്ല. നല്ല അടിപൊളി എന്താ പറയുക, കുളവായ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇതങ്ങനെ ഒരു ടൂറിസ്റ്റ് മേഖല തന്നെ കേട്ടോ. ആരും വന്ന് ടൂറിസ്റ്റുകൾ വന്ന് നിൽക്കുന്ന സ്ഥലവും അങ്ങനെ ആരും ഉണ്ടാവാറില്ല. ഞാനിത് കണ്ടപ്പോൾ ഒരു ഭംഗിക്ക് എടുത്താണ്. പിന്നെ ഇവിടെ നല്ല അടിപൊളി കാറ്റാണ് കേട്ടോ. നട്ടുച്ചയ്ക്ക് നല്ല വെയിലത്താണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്നാൽ നമുക്ക് ആ ചൂടറിയില്ല. ഇത്ര നല്ല സൂപ്പർ കാറ്റാണ്. കായൽക്കരയിലൊക്കെ നിന്ന് പോലെയാണ്. പിന്നെ ഇപ്പോൾ മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പ് കിളിർത്ത് നിൽക്കല്ലേ. അതുകൊണ്ടാണ് സൈഡിലുള്ള ഈ മരങ്ങളൊക്കെ നന്നായിട്ട് നല്ല പച്ചയായിട്ട് നിൽക്കൊണ്ട് നമ്മൾക്ക് ഈ കാണാൻ ഈ ഭംഗി കിട്ടും. പക്ഷെ വേനൽക്കാലത്ത് ഉണങ്ങി കരിഞ്ഞിരിക്കുന്ന സമയത്ത്, വെള്ളമൊക്കെ കുറവുള്ള സമയത്ത് ഇപ്പം ഇനി ഇത്ര ഭംഗി ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. നല്ല ഒഴുക്കാണ് കേട്ടോ, നല്ല ഒഴുക്കുള്ള പുഴയാണ്. ഞാൻ വെള്ളം ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. കണ്ടാൽ തന്നെ അറിയാം നല്ല അടിവെക്കാണ്. പിന്നെ ഇവിടെ നല്ല വൃത്തിയാണ് കേട്ടോ. നമ്മൾ സാധാരണ പുഴയുടെ തീരത്തൊക്കെ കാണുന്ന പോലല്ലേ വൃത്തികേടുകളൊന്നും അങ്ങനെ കാണാനില്ല. നല്ല സൂപ്പറായിട്ട് കിടക്കുകയാണ്. പിന്നെ എൻ്റെ തൊട്ടടുത്ത് തന്നെ, എൻ്റെ പുറകു ഭാഗത്തായിട്ട് ഒരു 100 മീറ്റർ ഇല്ല, ഇവിടെ ഒരു ഗ്രാമമുണ്ട് കേട്ടോ. ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ഈ പട്ടന്മാർ താമസിക്കുന്ന ഏരിയയാണ്. അവരുടെ വീടുകൾക്ക് പറയുന്ന പേരാണ് ഗ്രാമം എന്ന് പറയുന്നത്. അത് ഞാൻ ഗ്രാമത്തിൽ പോയിട്ട് നമ്മൾ അങ്ങനെ വീടെടുക്കാൻ മോശമല്ലേ, അനുവാദമൊന്നും ഇല്ലാതെ കുറച്ച് ഭാഗം ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്രാമത്തിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വരെ എല്ലാവരും വീഡിയോ ഒന്ന് കാണാം. ഇതുണ്ടോ എൻ്റെ ഭംഗി കൂട്ടണ ഒരു നല്ലൊരു പൂവാക പൂത്ത് നിൽക്കുന്നുണ്ടോ. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെ കേരള സർക്കാരൊക്കെ ഈ ടൂറിസം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ഏരിയകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ, അതായത് ചെറിയൊരു ബോട്ട് സവാരി, പിന്നെ ആദ്യം ആയില്ലാത്ത സ്ഥലമാവും, ചെറിയൊരു ബോട്ട് സവാരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്താലേ നമുക്കതൊരു മുതൽക്കൂട്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡൊക്കെ നിൽക്കട്ടെ, വാഹനങ്ങൾ വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഴക്കാലം ഒന്നല്ലല്ലോ, 2-3 വേനൽ മഴ കിട്ടിയിട്ടൊന്നുള്ളൂ. ഇനി നല്ല മഴക്കാലത്തൊക്കെ ഇവിടെ എങ്ങനെയാവും, വെള്ളം എത്രത്തോളം ഉണ്ടാവും എനിക്ക് വലിയ കൊടുത്തൊന്നുമില്ല കേട്ടോ. ഒരുപാട് ദൂരെയായിട്ട് ആ ഭാഗത്ത് വലിയൊരു കെട്ടിടം കാണുന്നുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. പാലക്കാട് മെഡിക്കൽ കോളേജാണ് കാണുന്നത്. അതായത് നാഷണൽ ഹൈവേൻ്റെ അപ്പുറത്താണ്. ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട്. കോടനാടകം പോകുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് കാണുന്നത്. ഇവിടുന്ന് സൂം ചെയ്തിട്ടേ കിട്ടുന്നില്ല. പുഴയുടെ ഒഴുക്ക് കാണാൻ ഒരു ഭംഗിയാണ്. ഈ പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ല. എനിക്ക് ഭംഗി കണ്ടപ്പോൾ ഞാനൊന്ന് വന്നെടുത്താണ്. പിന്നെ നമ്മളൊരു സുഹൃത്തിൻ്റെ കൂടെ ഒരു പരിപാടിക്ക് വന്നാണ് ഇവിടെ. അപ്പോഴാണ് അത് യാദൃശ്ചികമായിട്ട് ഇവിടെ കണ്ടത്. അപ്പോൾ കണ്ട സമയത്തൊന്ന് ഇറങ്ങിയിട്ട് എടുത്തതാണ് വീഡിയോ. സ്ഥലം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞേ, തിരുനെല്ലായി എന്ന് പറഞ്ഞാൽ പാലക്കാട് ടൗണിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ. ഇവിടേക്ക് ബസ്സുകളൊക്കെ കുറവാണ്, ഇടയ്ക്ക് കുറേ ബസ്സൊക്കെ ഉള്ളൂ. നമ്മുടെ മേസി കോളേജിൻ്റെ ഭാഗത്തു നിന്ന് 2 കിലോമീറ്റർ വരും. KSRTC ഭാഗത്തു നിന്ന് പുതുപ്പള്ളിത്തെരു വെണ്ണക്കര പോയി കഴിഞ്ഞാൽ ഒരു 4 കിലോമീറ്റർ. ഇതാണ് കേട്ടോ ഗ്രാമം. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഈ ഗ്രാമം കാണിക്കുന്നത്. ഗ്രാമം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പിന്നെ അറിയാത്ത ആളുകളുണ്ടാവും. ഇതുണ്ടോ ഈ തൊട്ട് കാണുന്ന ഓരോ വീടുകളാണ്. നമ്മൾ ഈ ഓരോ സ്റ്റെപ്പുകൾ കാണുന്നത് ഓരോ വീടുകളാണ്. ഒക്കെ സെപ്പറേറ്റ് വീടുകളാണ്. ഓരോ സ്റ്റെപ്പ് കാണുന്നത് വേറെ വീടുകളാണ്.
അപ്പോൾ ഇവർ പാലക്കാട് അതുപോലെ പട്ടന്മാരൊക്കെ വീട് നിർമ്മിക്കുക എങ്ങനെയാണ്, പിന്നെ കോളനി ആയിട്ടാണ്. അതായത് ഒരു ചുമരുന്ന് ടച്ച് ചെയ്തിട്ടാണ് മറ്റു വീടുണ്ടാവുക, ചേർന്നിട്ടുണ്ടാവുക. അപ്പോൾ കുറേ അങ്ങോട്ട് പോയിട്ട് വീടെടുക്കാൻ മോശമല്ലേ, നമ്മുടെ അവർ താമസിക്കുന്ന ഏരിയ അല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് തലക്കുമ്പോൾ ഇങ്ങനെ എടുത്തിട്ടുള്ളൂ. ഇതിങ്ങനെ നീണ്ട് കിടക്കുകയാണ്. ഇത് തിരുനെല്ലായി ഗ്രാമമാണ്, പാലക്കാട് ചെറിയ ഗ്രാമമാണത്. പാലക്കാട് ഏറ്റവും വലിയ ഗ്രാമം എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക, കൽപ്പാത്തി ഗ്രാമമാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നൂറടി ഗ്രാമം, ചെറിയ ഗ്രാമമാണ്. ജസ്റ്റ് കാണുന്ന എല്ലാം ഓരോരോ വീടുകളാണ് കേട്ടോ. നമ്മുടെ കട റൂമുകൾ പോലെ ഉണ്ടാവും. വീട് ഉള്ളിലേക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ വീഡിയോകളായിട്ട് നമ്മൾ വീണ്ടും വരാം. കണ്ടില്ലേ, വീടുകളുടെയൊക്കെ ഒരു വൃത്തി ഉണ്ടല്ലേ, നമ്മുടെ ശുചിത്വം കണ്ടോ അവിടെ.